ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. നമുക്ക് ഈ ഒരു മഴ സമയത്ത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതവിടെ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു കോണ് ഭാഗം വരുന്ന ആ ഒരു തൊലിയില്ലേ, അതൊന്ന് കളഞ്ഞെടുക്കണം. ഞാൻ ഇവിടെ കാണിക്കുന്നത് 3 എണ്ണമാണ്, പക്ഷെ 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 3 എണ്ണം കട്ട് ചെയ്തപ്പോൾ തീരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നുണ്ട്. ആ ഒരു കോണ് ഭാഗം മാത്രമേ കളയുന്നുള്ളൂ, മുഴുവനായിട്ട് കളയുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ പച്ചക്കായ ഞാൻ ഇതിവിടെ 4 എണ്ണം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പച്ചക്കായയിൽ നന്നായിട്ട് കറയുണ്ടാവും. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറയെല്ലാം നല്ലതുപോലെ തന്നെ ഇളകി വരും. അങ്ങനെ മുഴുവനും ഞാൻ ഇതവിടെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കറിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത പച്ചക്കായ അവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള. നിങ്ങൾക്ക് വലുപ്പത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കനം കുറച്ച് കട്ട് ചെയ്തതായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഇതിവിടെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് മൂടി വെച്ച് നമുക്കിനി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ഇത് നല്ലതുപോലെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെന്തിട്ടൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 5 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഉണ്ടമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവും നല്ല ടേസ്റ്റും ഉള്ളൊരു മുളകാണ് ഇത്. അപ്പോൾ ഇത് 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ഒതുക്കിയെടുക്കാമെന്നെല്ലാം പറയില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പച്ചക്കായ നന്നായിട്ട് തന്നെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചതച്ചെടുത്ത് വെച്ച് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി എന്താ പറയുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തേങ്ങയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ. നേരിട്ട് തന്നെ വറുത്തെടുത്താൽ മതിയേ. ഇനി നന്നായിട്ട് അവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് ഒന്ന് താളിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതവിടെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ നമ്മൾ വേവിച്ചെടുത്ത് വെച്ച പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക ബാറ്ററി ചാർജ് തീർന്നു പോയി കേട്ടോ. ക്യാമറയിലുള്ള ബാറ്ററി ചാർജ് തീർന്നു പോയ കാരണം ബാക്കിയുള്ളതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പച്ചക്കായ തോരനോ മെഴുക്ക് പുരട്ടിന്നോ എന്താ പറയുക പുഴുക്കെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരിട്ട് വിളിക്കാം. കാരണം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഏതായാലും
നമുക്കിത് നല്ല ചൂട് കഞ്ഞിക്കൊപ്പവും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിനൊപ്പവും വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.